Hi everyone, welcome to our channel, welcome to the new video. ഞാൻ ഒരു ഇമ്പോർട്ടന്റ് റിമൈൻഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അതായത് യു കെയിലേക്ക് വരാനൊക്കെ ആഗ്രഹിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് യു കെയിലേക്ക് വരാൻ ട്രൈ ചെയ്തിരിക്കുന്നവർക്ക് ഒരു ഏജന്റോ ഒരു സ്പോൺസർഷിപ്പോ ഒരുപാട് ഫോർമാലിറ്റീസോ പ്രൊസീജിയേഴ്സോ ഒരുപാട് എക്സ്പെൻസോ ഇല്ലാതെ യു കെയിലേക്ക് 2 വർഷത്തെ വിസ കിട്ടി ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് മിസ് ചെയ്യാതെ നിങ്ങൾക്ക് ട്രൈ ചെയ്തോടെ. അതെ, ഞാൻ പറഞ്ഞു വന്നത് ഇന്ത്യൻ യങ് പ്രൊഫഷണൽ സ്കീമിനെ കുറിച്ചാണ്. അതായത് 2021 ഓൺവേർഡ്സ് നമ്മുടെ യു കെ ഗവൺമെന്റും ഇന്ത്യ ആയിട്ട് ഒരു എഗ്രിമെന്റ് ബേസിൽ 3000 വരെയുള്ള യങ് പ്രൊഫഷണൽ കാൻഡിഡേറ്റ്സിനെ ഇന്ത്യയിൽ നിന്ന് 2 വർഷത്തെ വിസയിലേക്ക് നമ്മുടെ യു കെ ഗവൺമെന്റ് അലോ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഒരു വർഷത്തിലാണ് അതിന്റെ ബാലറ്റ് ഓപ്പൺ ആയിട്ട് ഈ പറഞ്ഞ പ്രൊസീജിയർ നടക്കാം. ഈ 2025 ബാലറ്റ് ഓപ്പൺ ആയിരിക്കുകയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇമ്പോർട്ടന്റ് റിമൈൻഡർ. ഇതിലേക്ക് നമുക്ക് ഒരു 2 ഡേയ്സോളം നമുക്ക് അപ്ലിക്കേഷൻസ് ഇടാവുന്നതാണ്. ഈ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ ഫോൺ യൂസ് ചെയ്തിട്ട് ആ ഒരു ലിങ്കിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വിത്തിൻ മിനിറ്റ്സ് നിങ്ങൾക്ക് അതിന് വേണ്ടി സ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ അതിലേക്ക് ഇടാവുന്നതാണ്. ഈ ഒരു അപ്ലിക്കേഷനിൽ നിങ്ങൾ സെലക്ട് ആവുകയാണെങ്കിൽ ഇത് ലൈക്ക് ഒരു നോർമലി ഒരു ലോട്ടറി പോലെ തന്നെയാണെന്ന് പറയാം. ഒരു ലക്കി ഡ്രോയിൽ നമ്മൾ വിൻ ചെയ്യണ പോലെ ആയിരിക്കും. ലോട്ട് ബേസ്ഡ് ആണ്, അല്ലാതെ ഒരുപാട് എസെൻഷ്യൽ ക്രൈറ്റീരിയ മീറ്റ് ചെയ്തിട്ടല്ല അവർ എടുക്കുന്നത്. ഒരു ലോട്ടാണിത്. ആ ഒരു ബേസിൽ നിങ്ങളുടെ ലക്കി ടൈം ആണ്, നിങ്ങളാണ് അതിൽ സെലക്ട് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സ്പെൻസും കാര്യങ്ങളൊന്നും മീറ്റ് ചെയ്യാതെ 2 വർഷത്തെ വിസയാണ് നിങ്ങൾക്ക് അലോ ചെയ്യുന്നത്. ഇവിടെ വരാം, ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇതിന് അവർ പറയുന്ന കുറച്ച് എലിജിബിൾ ക്രൈറ്റീരിയസുകളുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് അവരുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോ ഇതിൽ എന്റെ ഈ വീഡിയോയിൽ ഞാൻ അത് ഇൻക്ലൂഡ് ചെയ്യാം. ഒരു ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ് 18 to 30 ഇയേഴ്സിന്റെ ഉള്ളിലുള്ള ഏജ് ലിമിറ്റ് ആയിരിക്കണം. രണ്ടാമത് പറയുകയാണെങ്കിൽ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്ന 18 ഇയേഴ്സിന് താഴെയുള്ള ചൈൽഡ് ഉണ്ടായിരിക്കാൻ പാടില്ല. അതായത് നിങ്ങളിപ്പോൾ മാരീഡ് ആണെങ്കിൽ തന്നെ കുട്ടികൾ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യണവരായിരിക്കാൻ പാടില്ല. ഇനി നിങ്ങളുടെ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നത് 3 ഇയർ ഡിപ്ലോമ അല്ലെങ്കിൽ 2 ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആയിരിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇനി അത് കുറച്ചും കൂടി അതിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ സൈറ്റിൽ കയറിയിട്ട് നോക്കുക. ബേസിക്കലി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജസ്റ്റ് ഫോൺ വെച്ചിട്ട് നിങ്ങൾക്ക് അതിലേക്ക് അപ്ലിക്കേഷൻ ഇടാം. അപ്പൊ നിങ്ങളിപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും നോ പ്രോബ്ലം, നമുക്ക് നെക്സ്റ്റ് ടൈമിലേക്ക് ട്രൈ ചെയ്യാം. പക്ഷെ ഒരിക്കലും നിങ്ങൾ ട്രൈ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിഗ്രറ്റ് ഉണ്ടായിരിക്കരുത്. മാക്സിമം ഈ ഒരു വന്നിട്ടുള്ള ഒരു ഓഫർ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാം. അപ്പൊ എന്റെ കുറെ ഫ്രണ്ട്സ് ഒക്കെ നാട്ടിൽ ചോദിക്കാറുണ്ട് യു കെയിലേക്ക് വരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോന്നൊക്കെ. ഒട്ടും ചിലവർക്ക് അവരുടെ ഫിനാൻഷ്യൽ ക്രൈറ്റീരിയയും ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ഒന്നും അത്ര പോസിബിൾ അല്ലാത്തതുകൊണ്ട് അവരത് ഓപ്ഷൻ ഡ്രോപ്പ് ചെയ്യാണ് ചെയ്യാറ്. അപ്പൊ അങ്ങനെയുള്ളവരും മാക്സിമം ഈ ഒരു കാര്യം യൂട്ടിലൈസ് ചെയ്യാം. ഇനി ഇതുപോലെ ഞാനിപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലത്തെ നഴ്സുമാർക്കും ഈ ഒരു ഓപ്ഷനിലൂടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ആ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. നഴ്സസിനാവുമ്പോൾ ഈ പ്രൊഫഷണൽ സ്കീം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റൂല എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ അവർക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഒരു ഡിഗ്രി ലെവലിലെ നഴ്സിംഗ് നമ്മുടെ നാട്ടിൽ കഴിഞ്ഞിട്ടുള്ള BSc നഴ്സിംഗുകാർക്കൊക്കെ ഈ ഒരു സ്കീമിലേക്ക് നിങ്ങളുടെ അപ്ലിക്കേഷൻ ഇടാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ലക്കി ടൈം ആണെങ്കിൽ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സെലക്ട് ആവും. അപ്ലിക്കേഷൻ സെലക്ട് ആയവരാണ് പിന്നീട് നമ്മുടെ വിസ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ പിന്നെ പ്രൊസീഡ് ചെയ്യേണ്ടത്. ഒരു 2 വീക്സ് ആണ് ഇതിനൊരു ടൈം പീരീഡ് പറയുന്നത്. നിങ്ങൾ ഒരു 2 to 3 വീക്സിനുള്ളിൽ നിങ്ങൾക്ക് ഒരു മെയിൽ ആയിട്ടുള്ള ഒരു കൺഫർമേഷൻ കിട്ടുന്നതാണ്. ഓരോ ഇയേഴ്സിലും കേരളത്തിൽ നിന്നുള്ള ഒരുപാട് പേർക്ക് ഈ ഒരു ലോട്ടറി കിട്ടിയിട്ട് സക്സസ്ഫുൾ ആയിട്ട് വിസ കിട്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി അറിയുന്ന എന്റെ 2 ഫ്രണ്ട്സും ഈ ഒരു വിസ അപ്രൂവ് വന്നിട്ടുണ്ട്. ഇത് കിട്ടിക്കഴിഞ്ഞാലുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 ഇയേഴ്സ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുൾ ടൈം ഒരു ലിമിറ്റഡ് റെസ്ട്രിക്ഷൻസ് ഇല്ലാതെ വർക്ക് ചെയ്യാം, നല്ല രീതിയിൽ ഏൺ ചെയ്യാം. ഇത് മാത്രമല്ല, ഈ ആഫ്റ്റർ 2 ഇയേഴ്സ് നിങ്ങളൊരു വിസ സ്പോൺസർഷിപ്പ് നിങ്ങൾ സെക്യൂർ ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് യു കെയിൽ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഈ ഒരു 2 ഇയറിന്റെ വിസയിൽ ഞാൻ പറഞ്ഞ ഡിപ്പെൻഡൻസ് അലൗഡ് അല്ല. പക്ഷെ വൺസ് നിങ്ങൾക്ക് ആഫ്റ്റർ 2 ഇയേഴ്സ് ഒരു സ്പോൺസർഷിപ്പ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി നാട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ വൈഫ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും അവരെ നിങ്ങൾക്ക് ഈ വിസയിൽ കൊണ്ടുവരാവുന്നതാണ്. ഇതിനൊന്നും ഒരുപാട് എക്സ്പെൻസും കാര്യങ്ങളും നോർമലി ബാക്കിയുള്ളവർ വരുന്ന പോലത്തെ എക്സ്പെൻസും കാര്യങ്ങളും ഒന്നും മീറ്റ് ചെയ്യേണ്ടി വരുന്നില്ല. അപ്പൊ മാക്സിമം ഈ ഒരു കിട്ടിയിട്ടുള്ള ഒരു അവസരം യൂട്ടിലൈസ് ചെയ്യാം. പെട്ടെന്ന് തന്നെ അതിന്റെ ബാലറ്റ് അവർ ക്ലോസ് ചെയ്യും. പെട്ടെന്ന് അപ്ലിക്കേഷൻ ഇടാം, എന്നിട്ട് വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ലക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടട്ടെ. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. മാക്സിമം ട്രൈ ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഇൻഫോർമേഷൻ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.